വേറെ ഒന്നും കണ്ടിട്ടില്ല ഇവർക്ക്. രേണുസുതി എന്താ പറയാൻ നിൽക്കുന്നത്, രേണുസുതിയുടെ വായിന്ന് എന്തേലും വീണോ, അപ്പൊ അടുത്ത കണ്ടന്റ്. ഇതാണ് കുഴപ്പം. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വീണ്ടും രേണുസുതി തന്നെയാണ് കേട്ടോ. രേണുസുതി വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ രേണുസുതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ ഇവരുടെ പഴയ പേരില്ലേ, രേണുസുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ മാർക്കോണി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഒരു സാധനം. എന്താ അതിൻ്റെ പേര്? റേഡിയോ അല്ലേ? മാർക്കോണി പണ്ട് കണ്ടുപിടിച്ച റേഡിയോ. അപ്പോൾ രേണുസുതി എന്ന് പറഞ്ഞാൽ റേഡിയോ അല്ല, അതായത് പറയുന്നത് എല്ലാവരും കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു റേഡിയോ അല്ല രേണുസുതി എന്നുള്ളത്. രേണുസുതി മനസ്സിലാക്കുക. കാരണം നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാം, ചിലർ വിമർശിക്കപ്പെടാം. മനസ്സിലായോ? ഇന്നിപ്പോൾ ചിലർ നിങ്ങളെ വിമർശിക്കുന്ന കേസിൽ ഞാൻ ഉൾപ്പെടെയുള്ള മറ്റ് പലരും, ഈ കാണുന്നവരൊക്കെ നിങ്ങൾ നല്ലത് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കും. പക്ഷേ അറ്റ് ദിസ് മൂമെൻറ്റ്, ഈ ഒരു സമയത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ യാതൊരു നിർവാഹവുമില്ല എന്നുള്ളത് വളരെ വ്യസനസമേതം അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറേ വോയിസ് ക്ലിപ്പുകളൊക്കെ ഇറങ്ങി. കൊല്ലം സുധിയുടെ കൂട്ടുകാരൻ വന്നിട്ട് കുറേ വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായി. നമ്മൾ അതൊന്നുമല്ല പോകുന്നത്. ജിഞ്ചർ മീഡിയ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് നമ്മളിന്ന് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. വളരെ കാര്യപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് വെച്ചാൽ കാര്യപ്പെട്ട ഇൻഫർമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരും അറിയാത്ത സംഗതികളൊന്നും നമ്മൾ കൊണ്ടുവന്നിടുന്നില്ല. ഇന്നലെ നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ്റെ വീട് മാന്തിപ്പൊളി, തങ്കച്ചനാണോ മാന്തച്ചനാണോ എന്നറിയില്ല, തങ്കച്ചേട്ടൻ ചേട്ടൻ്റെ വീട് മാന്തിപ്പൊളി ഇരു കയ്യും നീട്ടി സ്വീകരിച്ച എൻ്റെ സ്വന്തം പ്രേക്ഷകരോട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കിടക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ. ഈ അഴകിയ രാവണൻ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ആരും മറക്കില്ല. കാരണം വന്ന് കുട്ടിശങ്കറിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞ മാതിരി സീരിയസ്ലി ഞാനിന്നൊരു സീന് കണ്ട സമയത്ത് എനിക്ക് സത്യം പറയാലോ എന്തെന്നില്ലാത്ത ഒരു നന്ദി സൂചകമായിട്ട് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് രേണുവിനോട് എന്തോ ഒരു തോന്നിപ്പോവുകയാണ്. കാണിച്ചു തരണോ? വിജുചേട്ടൻ മാത്രമേ പോയിട്ടുള്ളടാ. എന്റെ കുടുംബത്തെ സംരക്ഷിക്കാനും രക്ഷിക്കാനും എനിക്കറിയാം. കൊല്ലടാ അവനെ. ഓ, 5 ഡയലോഗ്. ഇവരുടെ അഭിനയത്തിനല്ല കേട്ടോ എനിക്ക് വിഷയമല്ല, അഭിനയമല്ല നമ്മളിവിടെ പറയുന്നത്. സത്യം പറഞ്ഞാൽ അവർ ഇത്ര കാലത്തിനിടയ്ക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സൽക്കർമ്മം ചെയ്തു. സീരിയസ്ലി കൊല്ലടാ അവനെ എന്ന് പറഞ്ഞിട്ട് ആരാണ് ആ കൊല്ലാൻ പറഞ്ഞതെന്നറിയോ? കണ്ടോളൂ. ഈ സീന് കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ രേണുസുതിയോട് ഒരു അഭിമാനം തോന്നിപ്പോയി. കാരണം വെച്ചാൽ ഈ ചങ്ങായിക്കിട്ട് 2 പൊട്ടിക്കണം എന്നുള്ളത് ഞാൻ കുറേ കാലമായിട്ട് വിചാരിച്ചിട്ടുണ്ട്. ഇവരെ കൊല്ലണം എന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇവരിട്ട് 2 കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യത്തിൽ സിനിമ ഡയലോഗിലൂടെയാണെങ്കിലും സിനിമയിലൂടെയാണെങ്കിലും ഇവൻ 2 കിട്ടാനുള്ള കാരണക്കാരിയായിട്ടുള്ള രേണുസുതി എന്നല്ല അതിൻ്റെ പേര്, അതിൽ രേണു ബിനു നെറ്റിയ. ഈ ബിനു എന്നുള്ള പേര് സർനെയിമായിട്ട് എടുക്കാനുള്ള കാരണം എന്താ? ബിനു എന്ന് പറഞ്ഞാൽ വേറെ എവിടെയോ ഉണ്ടോ? നമ്മൾ ആരൊക്കെ എവിടെയോ പറഞ്ഞു കേട്ടൊരു പേര് അല്ലേ? രേണു ബിനു എന്നാണ് അതിൻ്റെ പേര് തോന്നുന്നുണ്ട് അല്ലേ? ആ ഒരു സിനിമയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. എന്തായാലും വേര് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഞാൻ കാണാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ക്ഷമിക്കുക, എന്നെക്കൊണ്ട് സാധിച്ചില്ല. കാരണം ഞാൻ കമൻറ്റ് ബോക്സിലേക്ക് പോയി നോക്കി ആരെങ്കിലും കണ്ടവരുണ്ടോ എന്നുള്ളത്. പക്ഷെ കണ്ടവരൊക്കെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയുന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ബാക്കിയൊന്നും കാണാൻ നിന്നില്ല. ഏതായാലും ജോക്സ് അപ്പാർട്ട്, ഇന്ന് ജിഞ്ചർ മീഡിയ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിൽ രേണുസുതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്താ അറിയോ? രേണുവിനെ കുറ്റം പറയുന്നത് ഒരുപാട് സ്ത്രീകളാണ്. നിങ്ങൾ സ്ത്രീകൾ, എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീകളാണ് അത്രേ. ഞാൻ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് പിടിച്ചു വാങ്ങി വന്നിട്ടില്ല എന്ന്. എന്തൊക്കെയാണെന്നറിയോ? നോക്കാം. രേണുസുതി ഒരു ഭാഗ്യ ജോഡിയായിട്ടാണോ രേണുവിനെ കാണുന്നത്? പ്രതീക്ഷനെ കാണുന്നു. ഭാഗ്യ ജോഡിന്ന് താരജോഡികൾക്കുള്ള മികച്ച താരജോഡികൾക്കുള്ള അവാർഡ് ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി. ഗുരുപ്രിയ ടിവിയുടെ. ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. വന്നോടനെ ഒരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ അവാർഡെന്ന് പറയാൻ പറ്റില്ല, അന്നേരം പ്രശ്നമാണ്. അങ്ങനെയാണ്. ഇപ്പൊ കുറച്ച് വിവാദങ്ങൾ ഇങ്ങനെ നടക്കുമല്ലോ, ആ വിവാദങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത വിവാദം. ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത് ഭഗവാനെ? നമ്മൾ ഈ താരജോഡികൾ അവാർഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ജയറാം പാർവതി, ലാലേട്ടൻ ശോഭന,
പിന്നെ നമ്മുടെ ദിലീപ്, കാവ്യമാധവൻ, മമ്മൂട്ടി, സുഹാസിനി, വിജയ് സൂപ്പർ, ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിനിടയ്ക്ക് ഇങ്ങനെയും ചില കാര്യങ്ങൾ നടന്നോ? ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും ചെന്ന് മോഷ്ടിക്കുന്നില്ല, ഇവരുടെ ആരുടെയും ഭർത്താക്കന്മാരെ ചെന്ന് ഞാൻ പിടിക്കുന്നില്ല, ഇവരുടെ മക്കൾ കഴിക്കേണ്ട ആഹാരം ഞാൻ ഡെയിലി മേടിക്കുന്നില്ല ഭർത്താവില്ലെന്ന് പറഞ്ഞു. ഒരു ഭർത്താക്കന്മാരെ ഞാൻ പിടിക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്നെ പച്ചയ്ക്ക് പറയാം, മലയാളികളോട് ഞാൻ പച്ചയ്ക്ക് പറയാം, ഞാൻ ആരുടെയും ഭർത്താക്കന്മാരെ ഞാൻ പിടിച്ചു വെക്കാനും വരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ കിടന്ന് എന്നെ തന്നെ അറിയാത്തവരാണ് ചീത്ത വിളിക്കുന്നത്? ഞാൻ ഇന്ന് ഈ വീഡിയോ റിയാക്ട് ചെയ്യാണ്ടായ റീസൺ എന്താട്ടോ, നോക്കൂ, നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ എനിക്ക് തോന്നുന്നു കേട്ടോ, എനിക്ക് ഇവരെ സംസാരം കേട്ട സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത് വളരെയധികം പേടിച്ചിട്ടാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഈ ന്യൂലി മാരീഡൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടികളുള്ള ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിലും ഇന്ന് ഒരുപാട് പേടിച്ചിട്ടാണ് ഇന്ന് കേരളത്തിൽ കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. കാരണം വെച്ചാൽ അവർക്കൊക്കെ ഒരു പേടിയാണ്, സ്വന്തം ഭർത്താവ് ഇനി അവരെ ഒഴിവാക്കിയിട്ട് രേണുസുധിയെ തേടി പോവുമോ, അല്ലെങ്കിൽ രേണുസുധി ഇവരുടെ ഭർത്താക്കന്മാരെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുമോ എന്നുള്ളൊരു പേടിയിലാണ് ഒരുപാട് സ്ത്രീകൾ കഴിയുന്നത് എന്നുള്ളത് ഏകദേശം എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ചും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇന്ന് ഇവരുടെ ഈ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ബോധ്യമായി. കാരണം വെച്ചാൽ ഇവർ അത്രയും കാര്യങ്ങളാണ് തുറന്നു പറയുന്നത്. അപ്പോൾ ഇത്രയും കാലമായിട്ട് മലയാളി വീട്ടമ്മമാരെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നത്തിന് ഇവിടെ ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇനി രേണു ഇത് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ ആരുടെയും ഭർത്താക്കന്മാരെ രേണുസുധിക്ക് വേണ്ട, നിങ്ങളുടെ ഒന്നും വേണ്ട. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാർ വളരെ സേഫായി മാറിയിട്ടുള്ള ഒരു ദിവസമായി ഇന്ന്. ഇത് എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല. കാരണം വെച്ചാൽ ഇനി ആരെങ്കിലും ഈ വീഡിയോ കാണാത്ത ഒരു ഭാര്യ ഇന്ന് കേരളത്തിൽ ഇതുപോലെ ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരേക്ക് ഈ ന്യൂസ് എത്തിച്ചിട്ട് അവരെ കൂടെ ശാന്തിയുടെ പാതയിലേക്ക് തള്ളിവിടാനാണ് ഞാനിന്ന് സത്യം പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ റിയാക്ട് ചെയ്യുന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സമാധാനമായിട്ടിരുന്നോളൂ. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. നിങ്ങളുടെ കേരളത്തിലുള്ള സ്ത്രീകൾ ആരെങ്കിലും ഭർത്താക്കന്മാരെ പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനി പേടി വേണ്ട. രേണുസുധി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഭർത്താവിന് സംഭവിക്കില്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇനി ആ ഒരു പേടി വേണ്ട. രേണുസുധിക്ക് നിങ്ങളുടെ ഭർത്താവിനെ വേണ്ട. ഇപ്പൊ രേണുവിന് ഇങ്ങനെയുള്ളൊരു സുധിച്ചേട്ടൻ്റെ പേരിൽ ഫെമിലിയാരിറ്റി ആയിട്ട് വന്നാലല്ലോ, സുധിച്ചേട്ടൻ്റെ ഭർത്താവല്ലേ. ഇപ്പോഴും ഒരു കാര്യം ചോദിച്ചോട്ടെ, മരിക്കുന്നതിന് മുന്നേ ഞാൻ സുചന ഒരു ദിവസം മുന്നേ ഡിവോഴ്സ് ആയെന്ന് വെച്ചോ, എനിക്ക് ആ പേര് പറയാനുള്ള യോഗ്യത പോലും ഇല്ല. പിടി കിട്ടിയോ ഞാൻ പറഞ്ഞു? മനസ്സിലായി. പിടി കിട്ടിയോ ഞാൻ പറഞ്ഞത്? ആ പറഞ്ഞത് എത്ര പേർക്ക് പിടികിട്ടി? ഇനി ആർക്ക് പിടി കിട്ടിയിട്ടില്ലെങ്കിലും വീണ എസ് പിള്ളൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീക്ക് പിടി കിട്ടിയിട്ടുണ്ടായിരിക്കണം. കാരണം സുധിച്ചേട്ടനും ഞാനും കൂടി ഒരു ദിവസം മുന്നെങ്കിലും ഡിവോഴ്സ് ആയി എങ്കിൽ എനിക്ക് പിന്നെ ആ പേര് പറയാൻ അർഹതയില്ല. പിടി കിട്ടിയോ മിസ്സസ് വീണ എസ് പിള്ളൈ? മനസ്സിലായോ? വീണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡി ഡിവോഴ്സ് ചെയ്തതിന് ശേഷവും സുധി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഭാര്യയാണ് ഇവർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിവാദവും കേസ് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു സംസാരം. അപ്പോൾ ആ സംഗതി പിടികിട്ടിയല്ലോ അല്ലേ? ഇനി അതും വിചാരിച്ചിരിക്കേണ്ട, ഇനി ആരും അതും പിടികിട്ടാതെ. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയധികം ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഞാൻ എന്തായാലും സുചേട്ടൻ്റെ പേര് ഫെയിം ആകാനും ഒന്നും ആളല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഒഴുക്കിനനുസരിച്ച് വന്നു. ഞാൻ പല സ്ഥലത്തും കേട്ടു ഈ ഒഴുക്കിനനുസരിച്ച് വന്നു. സത്യം പറഞ്ഞാൽ ഈ മലവെള്ളപ്പാച്ചിലൊക്കെ ഒഴുക്കിലിങ്ങനെ വന്നത് എന്തിനാ ഇവിടെ കയറിയത്? ഒഴുകി അങ്ങോട്ട് പോകായിരുന്നില്ലേ കടലിലേക്ക്? ഉടക്കാച്ചാൽ എന്തിനിവിടെ നിന്നു? അത് ചോദിക്കാൻ തോന്നുകയാണ്. കുറേ ദിവസമായി തുടങ്ങിയിട്ട്, 2-3 ദിവസമായിട്ട് ആറ്റിറ്റ്യൂഡൊക്കെ മാറിയിട്ടുണ്ട്. ബിഗ് ബോസ് എന്നുള്ള ആ ഒരു കോൺഫർമേഷൻ കിട്ടിയതിന് ശേഷം കുറച്ച് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ റിയാസ് സലീമൊക്കെയാണ് വേണ്ടതൊക്കെ പറയുന്നത്. ആറ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ട്. കാരണം എന്താ അറിയോ, ഏതോ മലവെള്ളപ്പാച്ചിൽ ഒഴുകിയത് 5-6 ഇൻ്റർവ്യൂവിൽ ഞാൻ കേൾക്കണം. അപ്പോഴൊക്കെ ഞാൻ പറയണം വിചാരിച്ചതാ, ഈ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വന്നവർ എന്തിനാണോ ഇവിടെ നീന്തിക്കരുത്? കുറച്ചും കൂടി ദൂരേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും പോയി കയറായിരുന്നില്ലേ? കന്യാകുമാരിയോ? ഈ താഴത്തേക്ക് സ്ഥലമില്ല അല്ലേ? കേരളമാണ് ലാസ്റ്റ് സ്ഥലം. സഹായം ചെയ്തവർ അവർക്ക് കോടി ദൈവം പുണ്യം കൊടുക്കട്ടെ. അവർ ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം താങ്ക്സ്. അന്നൊക്കെ നമുക്ക് ഒന്നുമില്ലാതെ. മേരി, നീ ഇത്രയും ദിവസം കുമ്പസരിച്ച് എൻ്റെ മുന്നിലാണെന്ന് മറക്കണ്ടെന്നുള്ള സലീം കുമാറിൻ്റെ ഒരു സിനിമയിലെ ഡയലോഗ് ഉണ്ട്. ഏതാണത്? പൃഥ്വിരാജിൻ്റെ സിനിമയിലെ ഡയലോഗല്ലേ? മേരി, നീ ഇത്രയും കാലം കുമ്പസരിച്ചത് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം അന്ന് ഇങ്ങനെ ഒഴുകിയിട്ടുണ്ടല്ലോ. ഇന്നിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെ കേട്ടാലേ ഇപ്പം ആകെ മാറി. ഫുൾ നന്ദിയാണ്. പിന്നെ പ്രശ്നം മറ്റേ ആ വീടിൻ്റെ പ്രശ്നം
കോംപ്രമൈസ് ആയി എന്നുള്ള കാര്യം കിട്ടും. ബിക്കോസ് യു നോ വാട്ട്, പപ്പ ഷർട്ട് ഇട്ടു. അപ്പോൾ ഫിറോസ് പേടിച്ചു. ഇനി അടുത്ത പ്രാവശ്യം പപ്പ ഷർട്ട് വരുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും. മണ്ടന്മാരെ നിങ്ങൾ വെറുതെ കളിയാക്കിക്കൊണ്ടിരുന്നു. എനിക്ക് വിഷയം മണ്ടന്മാരെ നിങ്ങളോട് പറയുന്നത് കേട്ടോ, ഞാനല്ല. മണ്ടന്മാരെ മറ്റേ പരസ്യത്തിൽ പറഞ്ഞു, രമണി സുഷമ ലീല ഓടി വരൂ എന്ന്. മണ്ടന്മാരെ നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരുന്നോളൂ. സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞത് സത്യമല്ലേ? സത്യം പറഞ്ഞാൽ മണ്ടന്മാരല്ലേ? ഞാൻ ഇന്ന് 3 വീഡിയോ ചെയ്തു. 2 എണ്ണം, ഒന്ന് രേണുസുതി, ഒന്ന് ഷാജിദ ഷാജി, 3ാമത് എലിസബത്ത്. ഏറ്റവും കുറഞ്ഞ വ്യൂസ് കിട്ടിയത് എലിസബത്തിൻ്റെ വീഡിയോക്കാണ്. ആക്ച്വലി അതിനാണ് കുറച്ചുകൂടി വ്യൂസ് വേണ്ടിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഇതിൻ്റെ പുറകെ. എന്തുകൊണ്ടാണ് രേണുസുതിക്ക് വ്യൂസ് കൂടുതലുള്ളത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തുകൊണ്ടാണ് രേണുസുതിക്ക് വ്യൂസ് കൂടുതലെന്നറിയോ? ഞാൻ ഫസ്റ്റ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് എനിക്ക് അത്രയധികം വ്യൂസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വ്യൂസിന് വേണ്ടിയിട്ട് മാറിയതല്ല കേട്ടോ. പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഒരുപാട് പേര് എതിരായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവർക്ക് എഗെയിൻസ്റ്റായിട്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇവർ ഇഷ്ടമല്ല. അത് കമൻറ്റ് ബോക്സുകളിൽ നിന്നും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിമർശിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആളുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഈ സ്ത്രീക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല പറയാൻ. പക്ഷെ എന്നാലും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആളില്ല. ഇവരെ പറ്റി വിമർശിക്കുന്ന സമയത്താണ് ആൾക്കാരുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. മണ്ടന്മാരെ. അങ്ങനെയാണല്ലോ ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെ പറ്റി ഒരു പൊതുവായ ധാരണ നമ്മുടെ മലയാളികൾക്ക് ഉണ്ട്. അങ്ങനെ ഉണ്ടോ? ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെ കുറിച്ച് മലയാളികൾക്ക്, ഈ മലയാളികളെ പുച്ഛിക്കൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ മലയാളികളാണ് നിങ്ങൾക്ക് ബിഗ് ബോസിനകത്ത് കയറിയാൽ വോട്ട് തരേണ്ടത് നിങ്ങൾ മനസ്സിലാക്കും. ഒരുപാട് പേര് വോട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവർ ഒരുപാട് ദിവസം നിൽക്കും. ബിക്കോസ് യു നോ വൈ? ഇവരെ ബിഗ് ബോസിന് വേണം. അപ്പോൾ ഒരു കാര്യം രേണുസുതി അങ്ങോട്ട് പോണതിന് മുന്നൊരു കാര്യം മനസ്സിലാക്കുക. ഈ മലയാളികൾ തന്നെയാണ് വോട്ട് ചെയ്യുവാൻ SMS IQ എന്ന് പറയുന്ന സമയത്ത് കണ്ട ഹിന്ദിക്കാരനും ബംഗാളിയും ഭൂട്ടാനിയും നേപ്പാളിയും ഒന്നും ഒന്നും ചെയ്യില്ല. മനസ്സിലാക്കുക. അതിനും ഈ മലയാളികൾ, ഈ പുച്ഛിച്ച് തള്ളുന്ന മലയാളികൾ തന്നെ അതിന് വേണം. അപ്പോൾ നല്ല കാര്യമാണ്. അങ്ങോട്ട് പോണതിന് മുന്നേ മലയാളികളൊക്കെ മാക്സിമം പുച്ഛിക്കും. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, എനിക്കറിയില്ലേ. അങ്ങനെ ഉണ്ടോ? വിധവയായിട്ട് ജീവിക്കുന്ന ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളൊക്കെ വേറുള്ള കണ്ണുകൊണ്ടാണോ ആൾക്കാർ കാണുന്നത്? ഒരുപാട് പേര് കമൻറ്റ്, ചിലപ്പോൾ അനുഭവമില്ലാത്തുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയാണോ പൊതുവെ? ഒന്നും ജനറലൈസ് ചെയ്ത് പറയരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. യെസ്, ഇതാണ് ഈ വീഡിയോൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നമ്മൾ ആദ്യം കേട്ടത് രേണു ഇവർക്ക് ചിലവിന് കൊടുക്കും എന്നുള്ളൊരു ഡയലോഗാണ് അല്ലേ? ആദ്യം ചിലവിന് കൊടുക്കും, രണ്ടാമത് കൊച്ചിനെ നോക്കുമോ, ഈശ്വരാ കുട്ടീനെ നോക്കുമോ കേട്ടിട്ട് ഈ ആൾക്കാർ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. ഒന്നിലും ഇടപെടാത്ത പല സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഇതിൽ ഇടപെട്ടു. കൊച്ചിനെ നോക്കുക. ഈ കൊച്ചിനെ നോട്ടം കഴിഞ്ഞതിന് ശേഷം അടുത്ത എപ്പിസോഡ് ഓൺ സ്റ്റേജ് അടുത്ത് രേണു സുധി അവതരിപ്പിക്കുന്നു, ഞാൻ അഭിനയം നിർത്താം, ഞാൻ എല്ലാ പരിപാടിയും നിർത്താം, വിവാദം നിർത്താം, എല്ലാ സംഗതികളും നിർത്താം, ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കാം, പ്രൊവൈഡഡ് എല്ലാ മാസവും നിങ്ങൾ ഈ സംസാരിക്കുന്നവർ എല്ലാവരും, മോശം പറയുന്നവരെല്ലാവരും ഓരോ ലക്ഷം രൂപ വന്ന് വീതം കൊടുക്കും എല്ലാ മാസം. കേട്ടോ? ഞെട്ടിയോ? കേട്ടോളൂ. ഞാൻ വീട്ടിൽ കസാരമേ കാലം വെച്ചിരുന്നോളാം. ഇവര് കൊണ്ട് തരട്ടെ, ഇവര് മാസം കൊണ്ട് തരട്ടെ 1 ലക്ഷം രൂപ. ഈ പറയുന്ന 1 ലക്ഷം പൃഥ്വിരാജ് ചോദിച്ചാൽ അത് ഇച്ചിരി കൂടുതലല്ലേ? 1 ലക്ഷമൊക്കെ കുറച്ച് കൂടുതലല്ലേ? 0 കുറച്ച് വെട്ടാൻ പറ്റുമോ? 0-ന് വില ഇല്ല. പക്ഷെ എന്നാലും 1-ന്റെ അപ്പുറം വന്നതുകൊണ്ട് 1 ലക്ഷത്തിനൊക്കെ വില ഉണ്ടേ. 1 ലക്ഷം രൂപ ഓരോരുത്തരും എൻ്റെ അക്കൗണ്ടിലോട്ട് 1 ലക്ഷം രൂപ വെച്ച് തന്നാ വേണ്ട, 1 ലക്ഷം വേണ്ട, വേണോന്നേ ഇവര് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ, ഞാൻ പറയുന്ന ജോലി അവര് ചെയ്യുമോ? അപ്പൊ അവര് പറയുന്നത് ഞാൻ വീട്ടിലിരിക്കാം, അവര് 50,000 രൂപ വെച്ച് മാസം തരട്ടെ. 1 ലക്ഷത്തിന് 50,000 ആക്കി തൽക്കാലം നിങ്ങൾക്കൊരു ഡിസ്കൗണ്ടഡ് റേറ്റ്. മനസ്സിലായോ മണ്ടന്മാരെ? മണ്ടന്മാരെ മലയാളികള്, ഒരു 50,000 രൂപ എല്ലാവരും കൊടുക്കൂ, എല്ലാ മാസവും കൊടുക്കൂ. 50,000 രൂപ കമൻ്റ് ഇടുന്ന ഓരോരുത്തരും 50,000 രൂപ ഇവർക്ക് കൊടുക്കും. ഭഗവാനെ, ഇതൊക്കെ ബിഗ് ബോസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ലീവൊക്കെ എടുത്ത് വീട്ടിലിരിക്കേണ്ടി വരും കേട്ടോ. എന്നാലും ഇതിനൊക്കെ എടുത്ത് വർക്കാളാണേ. ഞാൻ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ഒരു പരിപാടിക്ക്, ഒരു മീഡിയയ്ക്ക് മുന്നേ ഞാൻ പോകത്തില്ല, ഉറപ്പ്. ഈ കുറ്റം പറയുന്ന ഓരോരുത്തരും 1 ലക്ഷം വേണ്ട, ഒരാൾ 50,000 രൂപ വെച്ച് എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നാൽ വീട്ടിൽ കൊണ്ട് തരണോ? അമ്മച്ചി, അല്ലെ എൻ്റെ ഫോൺ പേ ഞാൻ നമ്പർ തരാം, നിങ്ങൾ ഇട്ട് തന്ന എല്ലാ മാസവും ഔദാര്യം. വണ്ടിക്കൂലി ചിലവാക്കി അവിടേക്ക് ചെല്ലണ്ട. ഔദാര്യം. ഫോൺ പേ നമ്പർ തരാം, എല്ലാവരും 50,000 രൂപ
എല്ലാവരും അവനവൻ അധ്വാനിച്ച് പണിയെടുത്തിട്ട് ഒരുപാട് പേര് അധ്വാനിച്ച് ഇവർക്ക് വീട് കെട്ടിക്കൊടുത്തു. ഇനി എല്ലാവരും മലയാളികൾ എല്ലാവരും ലോകത്തുള്ള എല്ലാ മലയാളികളും ഒരുപാട് അധ്വാനിച്ചിട്ട് എല്ലാ മാസവും ശമ്പളം കിട്ടി കഴിഞ്ഞാൽ ഇവർക്കൊരു 50,000 രൂപ കൊടുക്കുക. എന്തിനറിയുന്നത് പുറത്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ഇത് വേറെ അടവാട്ടോ, ചിലപ്പോൾ ചെയ്യും ആൾക്കാർ. കാരണം അങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലും ഉണ്ടായിരിക്കലോ വെച്ചിട്ട് എന്ത് തന്നെ വന്നാലും ശരി കടം വാങ്ങിയിട്ടാണെങ്കിലും ഒരു 50,000 രൂപ അയച്ചു കൊടുക്കട്ടെ, ഈ മാസം പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് വിചാരിച്ച് ചെയ്താലോ ചിലപ്പം ബിരിയാണി കിട്ടിയാലോ എന്നുള്ള ഒരു മുൻകൂട്ടി ഏറാണോ സംശയം കേട്ടോ. ആളല്ല തരേണ്ടത്, കുറ്റം പറയുന്ന സകലരും എല്ലാ മാസവും എനിക്ക് 50,000 രൂപ കൊണ്ട് തന്ന ഞാൻ ഈ മീഡിയക്ക് മുന്നേ ഞാൻ വരത്തുമില്ല. ഇനിയിപ്പം അഭിനയം എത്ര ഒന്ന് ട്രൈ ചെയ്താലോ, മീഡിയക്ക് മുന്നിൽ വരില്ല എന്നുണ്ടെങ്കിൽ ആരോടെയും കടം വാങ്ങിയിട്ട് ആദ്യത്തെ 2-3 മാസമെങ്കിലും 50,000 സംഘടിപ്പിക്കും. അല്ല 100 ദിവസത്തിന് പഠിക്കല്ല, അല്ല അവിടെ ഉണ്ടല്ലോ എന്നാലും കാണണമല്ലോ അല്ലേ. എന്നാലും ഞാൻ പോകത്തില്ല, എല്ലാ മാസം എനിക്ക് ഉണ്ട്. ചിലപ്പോൾ എനിക്കത് അടുത്ത മാസം എനിക്ക് 1 ലക്ഷമായിരിക്കും. അതും കൊണ്ട് അതേത് മാസം? ഏപ്രിൽ റെഡി നേരാണ് താരത്തിൽ ചോദിച്ചാൽ ചില മാസം അത് 1 ലക്ഷമാവും. അയ്യോ 1 ലക്ഷം രൂപയാണെന്ന് ആലോചിക്കണം. തരണമെന്നേ ഞാൻ ചോദിക്കുന്നത് പൈസ ഞാൻ ഇരുന്നോളാം. അപ്പോൾ വല്ലാതെ ചൊടിപ്പിക്കരുത്. മലയാളികൾ ഒരുപാട് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ നിങ്ങളെ വീട്ടിലിരുത്താൻ വേണ്ടിയിട്ട് 1 ലക്ഷമൊക്കെ തന്നൂടായില്ല കേട്ടോ. ഇവർക്കും ചിലപ്പോൾ സംശയം ഉണ്ടാവും, അങ്ങനെ എങ്ങാനും ചിലപ്പോൾ ബിരിയാണി കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണെങ്കിലോ. ആ ആള് ഒരു മീഡിയ ആണ് ചോദിച്ചത്. ചേട്ടൻ ചോദിച്ചപ്പം കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നു 5-ാം തീയതി ചോർച്ച നമ്മുടെ വീട്ടിൽ കുറെ മീഡിയാസ് വന്നിട്ടുണ്ട്. അന്ന് 5-ാം തീയതി ഇവരുടെ വീട്ടിൽ മീഡിയാസ് വന്ന സമയത്ത് ഏതോ ഒരു മീഡിയ കണ്ടു ചോർച്ച ചോദിച്ചു എന്നാണ്. അന്ന് മഴ ഉണ്ടായിരുന്നില്ലല്ലോ, എൻ്റെ ഒരു അഭിപ്രായത്തിലൊന്നും മഴ പെയ്തായിട്ട് തോന്നുന്നില്ല. ഞാൻ പിന്നെ അതൊന്നും തിരഞ്ഞു പോകാൻ നിന്നില്ല. ഓട്ടെ, അന്ന് അറിഞ്ഞ കാര്യമാണല്ലോ. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആരോട് എന്തിനു പറയണം മീഡിയയോട്? ഷോ പാവം, ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞാണ് അല്ലേ. ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയോടുകൂടി ആളാകെ മാറി. പോട്ടെ, സാരില്ല. ഒരുപാട് വോയിസ് കോളുകളും ഒരുപാട് കാര്യങ്ങളും വരാനുണ്ട്. ഇത്തവണ ബിഗ് ബോസിൽ രേണു സുധിയെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു ബിഗ് സർപ്രൈസ് വരാനുണ്ട്. ഞാനിപ്പോൾ സർപ്രൈസ് ആയതുകൊണ്ട് ഞാൻ പൊട്ടിക്കുന്നില്ല, അതുകൊണ്ടാണ് സർപ്രൈസ് എന്ന് പറയുന്നത്. ഒരു ബിഗ് സർപ്രൈസ് വരുന്നുണ്ട്, വലിയൊരു സംഗതി വരുന്നുണ്ട്. അത് ഏകദേശം ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. അതൊരു സംഭവമായിരിക്കും. കഴിഞ്ഞ ബിഗ് ബോസ് ഒന്നും കണ്ടതായിരിക്കില്ല ഇപ്രാവശ്യം കാണുന്നത്. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാലേ വീണടം വിഷ്ണുലോകം എന്നാക്കുന്ന ചില ആൾക്കാർക്ക് ഇതൊന്നൊരു വിഷയമായിരിക്കില്ല. പോട്ടെ, ഈ ഒരു കാര്യപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ഒന്നല്ല, പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ച ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ആദ്യം പറഞ്ഞ ഒന്നുകൂടി പറയട്ടെ, ആരും റേഡിയോ അല്ല, ഞാനാണെങ്കിലും അതല്ല. ആരും ഈ മൻ കി ബാത്ത് പോലെ എല്ലാവരും കേട്ടിരിക്കൊന്നുമില്ല, മനസ്സിലായില്ലേ. മൻ കി ബാത്ത് കേട്ടിരിക്കും, അതിന് വരെ വിമർശിക്കും, മനസ്സിലായോ. അപ്പോൾ ആരും മാർക്കോണി കണ്ടുപിടിച്ചിട്ടുള്ള റേഡിയോ അല്ല, രേണു സുധി തീരെയല്ല. നിങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളത് എവിടെയും എഴുതി വെച്ചിട്ടില്ല. നമ്മൾ വിമർശിക്കും. എന്തായാലും കുറച്ചും കൂടി ദിവസം എല്ലാ ചാനലുകളിലും ഇൻ്റർവ്യൂ കൊടുത്ത് നടക്കണം. കാരണം വെച്ചാൽ എല്ലാ ചാനലുകളും ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കണേ. കാരണം ബിഗ് ബോസ് ഏകദേശം കൺഫേം ആയതുകൊണ്ടേ. പോട്ടെ, ചെറിയൊരു വീഡിയോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ. പറ്റിയാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായിരിക്കും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുമായി നമ്മൾ കാണാം, അടുത്ത ഏതെങ്കിലും ഒരു റേഡിയോവുമായി നമുക്ക് കാണാം. അതായത് നമ്മളെ വിമർശിക്കുന്ന, കാരണം നമ്മളൊക്കെ കാരണം ഇവരൊക്കെ വിമർശിക്കുന്നതുകൊണ്ട് ഒരുപാട് ധനികരായി മേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.